ഹായ്, നമുക്കിന്ന് റേഷനരി വെച്ച് ഒരു അടിപൊളി കപ്സയും എയർ ഫ്രൈ ചെയ്ത ചിക്കനും ഉണ്ടാക്കാം കേട്ടോ. അതിന് റേഷനരി കുതിർത്ത് വെച്ചതാണ്, അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. പിന്നെ അതിലേക്ക് വേണ്ട സാധനം മസാലപ്പൊടി, തക്കാളി പേസ്റ്റ്, ഒരു അരമുറി തക്കാളിയാണ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു അരമുറി സവാള, പച്ചമുളക്, നാരങ്ങ, മാഗി ക്യൂബ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത്. ഈ മസാലപ്പൊടി സ്പെഷ്യൽ മസാല ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്, അത് നമുക്ക് കാണാം. അതിന് കുരുമുളക്, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. വറവായി വരുമ്പോൾ ആ തീ ഓഫാക്കിയ ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ആ ചട്ടിയുടെ ചൂടിലൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. പച്ചമല്ലി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമല്ലി വറുത്താലും മതി. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, ഇനി സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തത്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഈ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. പിന്നെ നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കനിലും ചോറിലൊക്കെ ഉപ്പ് വേണ്ട, അതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല പിടിപ്പിച്ചൊന്ന് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം എടുത്ത്, പിന്നെ അതിലേക്ക് ചെറിയ നാരങ്ങ കഷ്ണം അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 4 വിസിലടിച്ച് ആവി പോയ ശേഷം നമ്മുടെ ചോറ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ചിക്കൻ ഒന്ന് എയർ ഫ്രൈ ചെയ്യാം. എയർ ഫ്രയറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഞാൻ എണ്ണ തീരെ ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഉണങ്ങിയൊരു ടേസ്റ്റ് ആവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അടിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയെന്ന് ഇതൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എയർ ഫ്രയർ വെക്കാം കേട്ടോ. 200-ൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ടൈമാണെങ്കിൽ ഒരു 15 മിനിറ്റ്, ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട് ഒരു ഭാഗം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടെടുത്തും അതുപോലെ ഒരു 10-15 മിനിറ്റ് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ എണ്ണ ഒന്നും ആയിട്ടില്ല. ആ എണ്ണ അതിൽ തന്നെ ബാക്കിയുണ്ട് കേട്ടോ. ഒരു ചട്ടിനി ഉണ്ടാക്കാം. അതിന് തക്കാളി, പച്ചമുളക്, വിനീഗർ ഇത് അരച്ചെടുത്താൽ നമ്മുടെ ചട്ടിനി റെഡി ആയിട്ടോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റ്